അപ്പോൾ നമുക്ക് ചിക്കൻ കറി പഠിക്കില്ല. അതിനായിട്ട് നമ്മുടെ ഈ എണ്ണത്തിൻ്റെ കുറച്ച് നാട്ടിൽ കഴിച്ചുമ്പോൾ മസാല കിട്ടും. അവരെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ കിട്ടുമായിരിക്കും. അതിനുശേഷം നല്ല ഇടത്ത് കറി ചൂടിൽ സിമ്മിലിട്ടിട്ട് നമുക്ക് കറിവേപ്പില കൊള്ളി വനമെല്ലാം കൂടി ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് ഒരു പിടപൊട്ടിക്കാം. ഓക്കെ. അപ്പോൾ ഏതൊക്കെ കൂട്ടാണെന്നല്ല അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി, കാറിലേക്ക് ജിഞ്ചർ, സാൾട്ട്, പീൽസ് എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ചട്ടിക്കകത്ത് ചടപടാന്ന് ഇളക്കി കൊടുക്കണം. നന്നായി വാടിയതിനു ശേഷം നമ്മൾ ഈ ഉണക്കി വെച്ചാൽ അരച്ച് വെച്ച മസാലയൊക്കെ പൊടിച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് വാടി ചേർക്കുക. ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് പിന്നെ ഒന്ന് ഇളക്കുക. 10 വേണ്ട, ഒരു 5 മിനിറ്റ് ഇളക്കിയാൽ മതി. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കനുണ്ട്, അത് കാണുന്നില്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ. ആ ചിക്കൻ എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തെന്ന് പറഞ്ഞാൽ നാട്ടു സ്റ്റൈൽ കർണാടക സ്റ്റൈൽ ചിക്കൻ താണ്ടിരിക്കുന്നത്. ഓക്കെ. അവർ 100 മില്ലി ഒഴിച്ചുകൊണ്ട് ഈ സാധനം വെച്ചൊരു പിടം അടച്ചാൽ സൂപ്പറായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ടച്ചിങ്സുമായിട്ട്. ഓക്കെ, ബൈ.